എന്തുവാടാ ഇത്? വിക്രമനും മുത്തുവും ഇന്നേ വരെ മായാവിയെ പിടിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നീ നോക്കിക്കോ, മായാവിയെ ഞാൻ ഈ കുപ്പിയിലാക്കും. നീ എന്തോ കാണിക്കോ ഇത്? ചേടാ, മായാവ്യങ്ങാണം വണ്ണം വെച്ചാ നീ എങ്ങനെ ഈ ചെറിയ കുപ്പി കയറ്റും? അതിനാണ് ഈ വലിയ കുപ്പി. പിന്നെ മായാവി പറക്കുമ്പം നമ്മൾ കൂടെ പറക്കണം. എന്താടാ എന്താ വല്ല മൊബൈൽ ടവറും തലയിലടിച്ച എന്ത് ചെയ്യും? ഓ എന്റെ കാര്യം. മായാവിയെ കൈ കിട്ടിയ നമുക്ക് നോട്ട് കെട്ടുകൾ മാത്രം മോഷ്ടിച്ചാൽ മതി. അതെന്താ? ആവശ്യത്തിന് ചില്ലറ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഓ എടാ, അത് മേൽക്കൂര പൊത്ത് സൂര്യപ്രകാശം വീട്ടിൽ പതിക്കുന്നതാ. എവന്റെ ഒരു കാര്യം. എന്തുവാടാ? എടാ, മായാവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് മുറുക്കാൻ. നീ ഇല്ല നിൽക്കുന്ന എന്തോ കേട്ടോ, അടയ്ക്കാമരം. അതിനകത്ത് നിൽക്കുന്ന പാക്ക് കണ്ടോ, അതങ്ങോട്ട് എറിഞ്ഞിടാം. ഞാനിവിടെ എറിയാം. നീ കൂടെ എറിഞ്ഞു, നീ കൂടെ എറിഞ്ഞു എറിഞ്ഞു. പക്ഷെ ആരെങ്കിലും ഒരാൾ എറിഞ്ഞിടണം. അതും കൊണ്ടില്ലല്ലോ. എന്താടാ ഇത്? എടാ, പാക്കിന്റെ അപ്പുറത്തൊരു പാള നിൽക്കുന്നുണ്ടല്ലോ. നമ്മൾ എറിയുന്ന ഏറ് മൊത്തം ആ പാളക്കകത്ത് കൊണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുവാ. കണ്ടില്ലയോ നീ? ഐഡിയ കാണട്ടെ. ഐഡിയ നീയാണ് പന, അടയ്ക്ക, മരം. നോക്കട്ടെ. എടാ, നീ എന്തുവാ കാണിച്ചത്? ഞാൻ ആ പാള പറിച്ച് താഴെ ഇടടാ. എന്നാ പിന്നെ എനിക്ക് രണ്ട് പാക്ക് കുടിച്ച് മറിച്ചുകൂടായിരുന്നോ? ഇത് നേരത്തെ പറയണ്ടേ? എവന്റെ ഒരു കാര്യം. ഒരു കാര്യം ചെയ്യാം. എന്തുവാ? നീ ചാക്കെടുക്ക. പറയാം. ഓ, എനിക്ക് മനസ്സിലായി. രാജുവിന്റെ ആദ്യം വരുമ്പം നമുക്ക് രണ്ടുപേർ കൊടുത്തത് ഈ ചാക്കിനകത്ത് പിടിക്കാം. അപ്പം മായാവിയെ നമ്മുടെ കൈ കിട്ടും. നമുക്ക് വേണമെങ്കിൽ രാജുവിന്റെ രാധയുടെ തലയ്ക്ക് 1.5 ലക്ഷം രൂപ വില പറഞ്ഞു വില വേശാം. രാജുവിന്റെ രാധയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ടായിട്ട് വേണ്ടേ വില വേശാൻ? ഇപ്പോഴെങ്കിലും നിന്റെ തല നല്ലൊരു ബുദ്ധി ഉദിച്ചല്ലോ. ഒരു ഐഡിയ ഞാൻ പറയാം. രാജുവിനെ എന്റെ ആദ്യം പിടിക്കാൻ ഒരു ഉഗ്രൻ ഐഡിയ. എന്റെ ദേഹത്ത് മൊത്തം ഉറുമ്പ് കടിക്കുന്നു. ഞാൻ അതാ പറഞ്ഞത്. രാജുവിന്റെ ആദ്യം പിടിക്കാതെ പറഞ്ഞ ഐഡിയ നീ ഇപ്പൊ കണ്ടോണം. എടാ, ഇതേ ലുട്ടാപ്പിയുടെ കുന്തവാ. കണ്ടല്ലോ, രാജുവിന്റെ ആദ്യം ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ ഈ കുന്തം എടുത്ത് അവർക്ക് നേരെ എളുപ്പം ഈ കുന്തം കൊണ്ടേ ലുട്ടാപ്പിക്ക് കൊടുത്തേ. അതെന്താ കാര്യം? ഇതില്ലാതെ അവൻ എങ്ങനെ സ്കൂളിൽ പോകും? ഒരു കാര്യം, എന്തെങ്കിലും ഐഡിയ. ഇനി മുതൽ മായാവിയെ പിടിക്കാനുള്ള മുഴുവൻ തന്ത്രങ്ങളും ഞാൻ പിടിക്കും. നിനക്ക് ബുദ്ധിയില്ല വിക്രമ, നിനക്ക് ബുദ്ധിയില്ല. അതൊക്കെ മുത്തുവിനേറ്റ പണിയാണ്. മുത്തു ചെയ്തോളും. മുത്തു പിടിക്കും മായാവിയെ. എന്താ? ഞാൻ പിടിക്കാം. അല്ല, ടോസ് ഇടാം. വേണ്ട, എണ്ണി നോക്ക്. മണ്ണക്കപ്പൽ വന്നിറങ്ങി. അത് ചൊല്ലി. ഇന്നാള് നീ കളി തന്നെ പഠിക്ക്. മണ്ണക്കപ്പൽ വന്നിറങ്ങി റോഡിലെല്ലാം വെളിച്ചം. അതങ്ങോട്ട് ചൊല്ലി കളി. മണ്ണക്കപ്പൽ വന്നിറങ്ങി റോഡിലെല്ലാം വെളിച്ചം. ഒരു ഡും കൂടുതൽ. മായാവി പിടിക്കാൻ പുതിയൊരു ഐഡിയ കേക്കട്ടാ. എടാ, മായാവി ഇതിലിങ്ങോട്ട് വരുമ്പോ നീ പറയണം നീ വിക്രമനാണ്.
ഞാൻ പറയും ഞാൻ മുത്തുവാണെന്ന്. ഞാൻ നിന്നെ വിക്രമാന്ന് വിളിക്കും, നീ എന്നെ മുത്തെന്ന് വിളിക്കണം. അങ്ങനെ നമ്മൾ രണ്ടുപേരും പേര് മാറിയും തിരിഞ്ഞും വിളിക്കണം. അപ്പൊ അവൻ ഇവിടെ വന്ന് നിന്നിട്ട് മുത്തുവാര വിക്രമനാര, മുത്തുവാര വിക്രമനാര ഇങ്ങനെ നോക്കും. അപ്പൊ നമുക്ക് അവനെ തലയ്ക്ക് എന്തെങ്കിലും അടിച്ച് താഴെയിടാ അവിടെ. എടാ മണ്ട, അതിന് മായാവി വന്നപ്പോൾ എടാ നിന്ന് തരുമോ? എന്തോ ചെയ്യാന്ന് ഈ തല വെളിയിലൊക്കെ കാണിക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എൻ്റെ കൂടെ കൂടി അവൻ എന്നെയും കൂടെ എൻ്റെ ബുദ്ധിയും കൂടെ കളയാനായിട്ടുണ്ട് ഒരു സാധനം. എന്തുവാടാ അത്? ഇത് കണ്ടോ? എന്തുവാടാ അത്? ഇതാണ് ലുട്ടിലൊടുക്കും ഗുൽഗുലുമാലും എനിക്ക് തന്ന പുതിയ മന്ത്രമാണ്. ഇത് മന്ത്രം? ഇതെന്തുവാടാ മന്ത്രം? നീ കേട്ടോ ഈ സാധനം? ഇതെന്തൊരു സാധനമാ? കേക്ക്, നീ ക്ഷമയോടെ കേക്ക്. ഈ സാധനം നമുക്ക് മായാവിയുടെ ദേഹത്തേക്ക് ഊതി പറപ്പിക്കണം. അപ്പോൾ മായാവി നായ്ക്കരണ പൊടിയാടാ ഇത്. ദേഹം ചൊറിയും. ചൊറിഞ്ഞ് വാശം കേട്ട് നിൽക്കുമ്പോ നമുക്ക് ഈസി അല്ലേ പിടിക്കാൻ? അത് കൊള്ളാം. പക്ഷെ ഒരു കാര്യം, ഈ പൊടി നമ്മൾ എങ്ങനെ മായാവിയുടെ ദേഹത്തോട്ട് ഊതി പറത്തും? കണ്ടോ കണ്ടോ നോക്ക്. ഈ പൊതി ഇങ്ങനെ എടുക്കുന്നു. അങ്ങനെ എടുത്ത് ഇങ്ങനെ തുറക്കണം. അങ്ങനെ തുറന്നു നോക്കിക്കോണേ. പൊടി തൊടരുത്. നിന്റെ ബുദ്ധി നീ തന്നെ ചെയ്തു. കണ്ട ഇങ്ങനെ അങ്ങോട്ട് തുറന്ന് വെച്ചിട്ട് ൂതല് ഏതെങ്കിലും കുളത്തിലെങ്ങനെ പോയി 2 മണിക്കൂർ പോയി കിടക്കടാ, ഓടിക്കോ. ചിത്രകഥയിൽ വായിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങൾ ആദ്യമായിട്ടാണ് കാണാൻ പറ്റിയത്. അതിനകത്തിലൂടെ സന്തോഷമുണ്ട്. സ്വന്തം സ്ക്രിപ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? അതെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സഫിയയിൽ ഞാനൊരു പ്രത്യേകത കാണുന്നുണ്ട്. എന്താ അറിയോ? പലപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ അവസാന നിമിഷം അങ്ങ് ശരിയായി കളയാൻ കഴിയും. അയ്യോ, ഇന്നും അത് കണ്ടുപിടിച്ചു. റിസ്ക് ഒരുപാടുണ്ടായാലും ഉണ്ട് സാറേ. ശരിക്കും പറഞ്ഞാൽ ടോം ആൻഡ് ജെറി എങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു അങ്ങനെയുള്ളൊരു വിഷയം വേണമെന്ന് ആഗ്രഹിച്ച് കുറേ സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കി. അതിൽ നിന്നൊക്കെ വന്ന ഡിലേ ആണ്. നിങ്ങൾ ചെയ്ത അസ്ഥലായിരുന്നു കേട്ടോ. ഞാൻ താങ്ക് യു സർ. അത് പറഞ്ഞില്ല എന്നുകൊണ്ട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു സങ്കല്പമാണ് ടോം ആൻഡ് ജെറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, 2 വിരുദ്ധ കഥാപാത്രങ്ങൾ, സാമൂഹ്യ പ്രസക്തിയുമുള്ള അല്ലെങ്കിൽ മാനുഷിക പ്രസക്തിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനുള്ളൂടെ പറയാം. ഇത്രയേ ഉള്ളൂ. ടോം ആൻഡ് ജെറി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കാവോ ഞാൻ കാർട്ടൂൺ ലൈൻ അങ്ങനെ വേണമെന്നില്ല. അങ്ങനെ അല്ലാതെയും ചെയ്യാം. അങ്ങനെ അല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിച്ച് ഇത്രയും ഡിലേ ആയി. ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. നമുക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വേണ്ടാന്നും വെക്കണ്ട, ഇത് രണ്ടും ആവാം. നിങ്ങൾ തമ്മിലുള്ള ആക്ടിങ് കോർഡിനേഷൻ വളരെ നന്നായിരുന്നു, അസലായിരുന്നു. താങ്ക് യു സാർ. അനിൽ തെരുവുനാടകമൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു തഞ്ചം നന്നായിട്ട് സ്റ്റേജിലുണ്ടായിരുന്നു, അസലായിരുന്നു അനിൽ. വളരെ നന്ദിയുണ്ട് സാർ, വളരെ നന്ദിയുണ്ട്. അനിലിന് എന്ത് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ വനിതാരത്നം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വരാൻ പറ്റുന്ന? ഒരിക്കലും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം പോലും അല്ല. അതിൽ വരാൻ കഴിഞ്ഞതും ഈ റിയാലിറ്റി ഷോയിൽ ഈ വനിതാരത്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും വളരെ സ്വർഗത്തിലെത്തിയ പോലെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അത്രയ്ക്ക് വളരെ സന്തോഷമായി. ഒന്ന് കൈയടിക്കൂ പ്ലീസ്. ഓക്കെ. അപ്പം അനിലും 2 പേരും നല്ല ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു കേട്ടോ. നല്ല ഈ പുട്ടിണി പീര പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊന്നായിട്ട് ഇങ്ങനെ പോയിരുന്നു. എനിക്ക് ഇത് തോന്നിയത് മ്യൂസിക് വേണ്ടായിരുന്നു. അല്ല ഇനിയിപ്പോൾ വേണ്ടായിരുന്നു എന്നല്ല, മ്യൂസിക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്രോപ്രിയേറ്റ് ആയില്ല, അത് വേണ്ട സ്ഥലത്തായിരുന്നില്ല. ഒന്നുകിൽ നമുക്ക് മ്യൂസിക് ഒഴിവാക്കാമായിരുന്നു. അല്ല, മ്യൂസിക് ആവശ്യമുണ്ട് തന്നെ, ഇല്ലയെന്ന് ഞാൻ പറയില്ല. എനിവേ അതൊന്നും അധികം ബാധിച്ചിട്ടില്ല കോർഡിനേഷൻ ഒക്കെ. എനിക്ക് തോന്നുന്നു അനിൽ സഫിയെ ഒരുപാട് സഹായിച്ചിട്ടു. വെരി ഗുഡ്. സഫിയ, ഞാൻ ഒരിക്കൽ സഫിയ ഡേഞ്ചർ സോണിൽ വന്നപ്പോൾ സഫിയോട് പറഞ്ഞൊരു കാര്യം എന്താണ്? ഇനി ഒരിക്കലും അതല്ല, അതിനു മുന്നേ ഞാൻ സഫിയോട് ഒരു കാര്യം പറഞ്ഞു. സഫിയ കാര്യമായിട്ട് ഏറ്റവും കൂടുതൽ ഇതെടുക്കുന്നില്ല അല്ല, ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത് സഫിയുടെ ഭാഗ്യമാണ് അല്ലേ? അപ്പോൾ ദൈവം നന്നായി അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് പരീക്ഷിച്ചാലോ?
ഇല്ല മാം, ശരിക്കും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാഞ്ഞിട്ടല്ല സാറിന് എനിക്ക് മനസ്സിലായി. പക്ഷെ സഫിയയുടെ ഒരു എന്താ പറയാ വിധി ഇതാണ് അല്ലേ? ആയിരിക്കാം. എന്തെന്ന് വെച്ചാൽ ഞാൻ 2 സബ്ജക്ട്സ് റെഡിയാക്കി, പക്ഷെ ഇത് ഒന്നുകിൽ നല്ലൊരു ക്ലൈമാക്സ് അതിന് കിട്ടുന്നില്ല. ഞാൻ പിന്നെ ഉള്ളതിൽ ഇതും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടല്ല, പിന്നെ തൃപ്തിപ്പെട്ട് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതെ, സഫിയയുടെ തൃപ്തിനേലും മേലെയാണ് ഞങ്ങളുടെ തൃപ്തി. ഗംഭീരായിരുന്നു. ഇറ്റ് വാസ് നൈസ്. താങ്ക് യു മാം. ഇറ്റ് വാസ് നൈസ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. താങ്ക് യു മാം. ഹോൾ പെർഫോമൻസിന്റെ ഹൈലൈറ്റ്. താങ്ക് യു അനിൽ. സ്പെഷ്യൽ താങ്ക്സ് ടു അനിൽ. താങ്ക് യു സോ മച്ച് അനിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. തീർച്ചയായിട്ടും അനിൽ ഈ പറഞ്ഞല്ലോ, ഈ ഇവിടെ വരാൻ പറ്റി എന്നുള്ള വലിയ കാര്യമാണ്, സ്വർഗത്തിലെത്തിയ പോലെയാണ്. അതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷിക്കുന്നു. പക്ഷേ അതിലും വലിയ സന്തോഷമാണ് ഇത്ര വലിയ നടനെ ഞങ്ങൾക്ക് ഈ സ്റ്റേജിൽ കിട്ടിയതും. ഓക്കെ, താങ്ക് യു സോ മച്ച് അനിൽ. നന്നായി ചെയ്തു. മ്യൂസിക്കിന്റെ പ്ലേസ്മെന്റ് ശരിയായില്ല. അപ്പോൾ വിധി ചില സമയത്ത് നന്നായിരിക്കും ഇല്ലേ? അപ്പൊ എല്ലാ പ്രാവശ്യം നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കും. അപ്പൊ മ്യൂസിക്കിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വിധി തെറ്റിപ്പോയി. പക്ഷെ എന്നാലും സഫിയയുടെ ടാലന്റും സഫിയയുടെ ഈ പറഞ്ഞ പോലെ ഗോഡ്സ് ഗ്രേസ് ആൻഡ് വി ആർ വെരി ഹാപ്പി. ഇറ്റ് വാസ് ഗുഡ് പെർഫോമൻസ്. താങ്ക് യു. ഞാൻ നേരത്തെ ഇവിടെ പൂർണ്ണമായിട്ട് പറയുകയാണ്, നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് നിരീക്ഷിക്കുകയും ആസ്വദിക്കുകയും വേണമെന്ന് പറയും. ഇന്നത്തെ ഈ ഷോ എന്നെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ളൊരു വാട്ട് വി ക്യാൻ കോൾ ഇൻ മലയാളം ഒരു പ്രക്ഷാളനം എന്നൊക്കെ പറയാം, എ ക്ലിൻസിങ് ഓഫ് യുവർ മൈൻഡ് എന്ന് പറയാം. ഈ ഷോ ലൈക്ക് ബോത്ത് ഓഫ് ദം സെറ്റ് പറഞ്ഞ പോലെ ഞാൻ വാച്ച് ചെയ്തു. ഓഫ് കോഴ്സ് യു ട്രൈഡ് യുവർ മാക്സിമം ലെവൽ ബെസ്റ്റ് ടു വർക്കൗട്ട് ദ കോമഡി. ഇത് റിഹേഴ്സൽ കുറഞ്ഞതിൻ്റെ അപാകത എനിക്ക് അതിൽ തോന്നിയില്ല, കാരണം ഞാനത് അറിയുന്നില്ല. ഇപ്പോൾ ഇതിനകത്തുള്ള ഈ ഇരിക്കുന്നതിനകത്തുള്ള എൻ്റെ ഒരു വലിയ മൈനസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് ആദ്യം കാണുമെന്നുള്ളതാണ്. അതെ, എനിക്ക് അസൂയ തോന്നുന്നത് നിങ്ങളുടെ അടുത്താണ്. നിങ്ങൾ ഈ ഓരോരുത്തരും വരുമ്പോൾ ഒരു കൂട്ടുകുടുംബമാരി അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഫീലിംഗ്. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച ഒരു പുതിയ ഒരാളെ കാണും. ഇപ്പോൾ സഫിയ എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് നേരത്തെ അറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ പെർഫോം ചെയ്ത ആൾക്കാർ അറിയാം. അപ്പോൾ അവർക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. സോ യു വിൽ ബി ബെറ്റർ ജഡ്ജസ്. ഐ വാസ് ഓൺലി വാച്ചിങ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഈ പെർഫോമൻസ് കഴിഞ്ഞ് ഇപ്പോഴുള്ള പെർഫോമൻസിലും ഐ വാസ് ഫൈൻഡിങ് ഇറ്റ് സോ നാച്ചുറൽ. ആ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് പലർക്കും സാധിക്കാറില്ല. ബിക്കോസ് നമ്മുടെ ആൾക്കാർ ഈ തലമുറ എന്ന് പറയുന്നത് അവരുടെ ഫീലിങ്സ് ബോട്ടിൽഡപ്പാണ്. ഇപ്പോൾ എനിക്ക് കിഷോറിൻ്റെ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നന്നായിരിക്കുന്നു കിഷോർ എന്ന് പറയാൻ ഞാൻ 5 മിനിറ്റ് ആലോചിക്കും. എന്തിനാണ് കിഷോറിനെ സന്തോഷിക്കേണ്ട ആവശ്യം? ഇതാണ് ചിന്ത. നമുക്ക് തോന്നുന്ന കാര്യം തോന്നുന്ന പോലെ പറയാമെന്ന് കിടന്നാൽ 2 മിനിറ്റിന് ഉറങ്ങിപ്പോകും. പല വീട്ടിൽ ആൾക്കാർ ഉറങ്ങത്തില്ല, കാല് തിരുമ്മി കിടക്കും. കാരണം നാളത്തേക്ക് എന്താ പാരായണിയേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആ കൂട്ടുകുടുംബത്തിൻ്റെ അന്തരീക്ഷമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വനിതാരത്നത്തിൻ്റെ അറ്റ്മോസ്ഫിയറിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ ഒരു ഫാൻ. പിന്നെ ഈ പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്, വളരെ വിജയകരമായിട്ട് പോകുന്നു ഞാൻ അറിയ സന്തോഷമുണ്ട്. അതിൽ അടുത്ത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇതൊരിക്കലും നിസ്സാര കാര്യമല്ല. നമ്മളെല്ലാം മാരീഡാണെങ്കിലും ഞാൻ നിങ്ങളെക്കാൾ കുറച്ചുകൂടെ സീനിയറായിട്ടുള്ള ഭർത്താവും ഒരച്ഛനുമാണ്. അതുകൊണ്ട് എനിക്കറിയാം ഒരു കുട്ടികൾക്ക് ഒരു പെർഫോം ചെയ്യാൻ പ്രയാസമില്ല, അച്ഛന്മാർക്കും പെർഫോം ചെയ്യാൻ പ്രയാസമില്ല. പക്ഷേ ഒരു വീട്ടമ്മയ്ക്ക് ഇത്തരത്തിൽ സമയം കണ്ടെത്തി വന്ന് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. കാരണം ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, ഇതിന് ശേഷം വേണം നാടകം എഴുതാൻ, അഭിനയിക്കാൻ, അതിലുണ്ടാകുന്ന ഇൻട്രപ്ഷൻസ്, പിള്ളേരെ സ്കൂളിൽ അയക്കണം, ഇതെല്ലാം എടുത്ത് നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടും അവർ ഇത്രയും ഊർജ്ജം എനർജി ലെവൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് ഒന്ന് നോക്കിയാൽ ഭയങ്കര ആശ്വാസകരമാണ്. ജസ്റ്റ് ഇമാജിൻ ഒരു 20-25 വർഷം മുമ്പ് ഇങ്ങനൊരു സീൻ ഒരു വിവാഹിതയസ്ഥയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? കല്യാണം കഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് തള്ളുക, തൊണ്ടിൻ്റെ പുകയും ചൂട്ടിൻ്റെ പുകയുടെ കിടക്കുക, പിന്നെ കാലക്രമേണ അവളുടെ മുഖം തന്നെ കരുവാളിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെയായെന്ന് പറയുകയും ചെയ്യും. ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ മനുഷ്യൻ്റെ കൂടെ വന്നേ പിന്നെ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുകയും ചെയ്യും. ഇവിടെ ഞാൻ കാണുന്നത് ഭർത്താക്കന്മാർ കൊണ്ടുവരികയും ഭർത്താക്കന്മാർ കമൻറ്റ് പറയും, ഭർത്താക്കന്മാർ CD പ്ലേ ചെയ്യും, ഭാര്യമാർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഞാനൊരു കുടുംബ സംവിധായകനായതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് താല്പര്യം തോന്നിയ ഒരു ഭാഗം അതാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ ഡാൻസ് സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലേ ചെയ്തുള്ളൂ, പിന്നെ വണ്ണം വെച്ചു. അതുകൊണ്ടാണ് അത് പഴയ ഒരു പാട്ടുണ്ട്, വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോരുന്ന നേരത്ത് ഒരു കുടം വെച്ചിട്ട് ഒരു കുടമായിട്ട് സ്റ്റേജിൽ കയറി വന്നിട്ട് പാടിയിട്ട് പോകണം. പക്ഷേ കുടം എടുക്കാനുള്ള ഭാഗം അവൾ മറന്നുപോയി. ഫ്രണ്ടിലിരുന്ന് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്, എടന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ വേലിക്ക് തിന്നവനെ കൊച്ചു കിളിച്ചുണ്ട മാമ്പഴം ഈ അടുത്തെത്തേണ്ട സംഭവം ആ കണക്കൂട്ടിൽ തെറ്റിപ്പോയി. അവസാനം തീർന്നതിന് മുമ്പായിട്ട് എടുത്തുകൊണ്ട് ഓട്ടമായിരുന്നു, ആ കുടം എടുത്തോണ്ട് ഓടുകയായിരുന്നു. പക്ഷേ ഞാൻ അതും എൻജോയ് ചെയ്തു. കാരണം അപ്പോൾ ഞാൻ അന്ന് രാത്രി പറഞ്ഞു,
ഇതെല്ലാവർക്കും കിട്ടുന്നൊരു സംഭവമല്ല. നമ്മുടെ ഭാര്യയുടെ ഡാൻസ് നമുക്ക് കാണണം. നമ്മുടെ മാത്രം മുഖത്തും ഭാര്യ വരേണ്ട കാര്യമില്ല, അവരുടെ മുഖത്തും നമ്മളും കുറച്ച് അറിയണം എന്നുള്ള ഒരു മെസ്സേജിലേക്ക് ഈ വനിത വരുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. I should say special thanks to all the people here for making me one of the judges, and I wish you all the best in future. ഞാൻ ഇനി വനിതാരത്നം എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ താല്പര്യപൂർവ്വം ഇവിടുത്തെ അന്തരീക്ഷം ഞാൻ ഇപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് ഇനി കാണുന്ന സമയത്തും ഇവിടുത്തെ കോമഡികൾ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. താങ്ക് യു സോ മച്ച്.